ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളിലെ 4ാമത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 168-ലെ 2ാമത്തെ ചോദ്യം മുതലാണ് ചെയ്യുന്നത്. 1ാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ ദ സ്മോൾ ബ്ലൂ ട്രയാങ്കിൾ ഈസ് ഈക്വലാറ്ററൽ. ദ സൈഡ്സ് ഓഫ് ദ ലാർജ് റെഡ് ട്രയാങ്കിൾ ആർ tangents to the circumcircle of the small triangle at its vertices. ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ പാർട്ട് prove that the large triangle is also equilateral and its sides are double those of the small triangle. രണ്ടാമത്തെ പാർട്ട് draw this picture with sides of the small triangle 3 centimeters. അതായത് തന്നിരിക്കുന്ന നീല ത്രികോണം ഒരു സമഭുജ ത്രികോണമാണ്. അതിൻ്റെ 3 മൂലകൾ കൂടെ തൊടുവര വരച്ചിട്ടാണ് വലിയ ചുവന്ന ത്രികോണം കിട്ടിയിരിക്കുന്നത്. ആ വലിയ ത്രികോണം സമഭുജമാണെന്നും അതിൻ്റെ വശങ്ങൾ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ ഇരട്ടിയാണെന്നുമാണ് ആദ്യം തെളിയിക്കേണ്ടത്. രണ്ടാമത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ ആയ ഈ ചിത്രം വരയ്ക്കണം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഞാനിവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബ്ലൂ കളറിലെ ട്രയാങ്കിൾ, നീല ത്രികോണം ഒരു സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സമഭുജ ത്രികോണം അഥവാ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ആംഗിൾ മാത്രം എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, അതായത് സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്. ഈ 60 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ചെറിയ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്താൽ എയിൽ നിന്നും സിയിൽ നിന്നും ആണല്ലോ ഈ 60 ഡിഗ്രി ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. അത് ഈ 60 ഡിഗ്രി എവിടെയാണ്? സർക്കിളിലാണ് കിടക്കുന്നത്, വൃത്തത്തിലാണ്. അപ്പം നമ്മൾ സർക്കിൾസ് എന്ന 2ാമത്തെ ചാപ്റ്ററിൽ ഒരു സംഗതി പഠിച്ചു. അത് കേന്ദ്രത്തിലേക്ക്, അതായത് സെന്ററിലേക്ക് വരുമ്പം ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പം ഞാൻ ആ ആംഗിൾ ഒന്ന് വരച്ച് കാണിക്കാം. ഞാൻ സെന്ററിന് O എന്ന് പേര് കൊടുക്കുകയാണ്. അപ്പൊ ആംഗിൾ AOC എത്രയാണ്? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിള് വൃത്തത്തിൽ അഥവാ സർക്കിളിൽ 60 ആണെങ്കിൽ സെന്ററിൽ അതിന്റെ ഇരട്ടിയായിരിക്കും, 120 ഡിഗ്രി ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് എന്തെഴുതാം? ട്രയാങ്കിൾ ABC ഈസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ട്രയാങ്കിൾ ABC ഒരു സമഭുജ ത്രികോണമാണ്. അപ്പോൾ ഓരോ ആംഗിളും 60 ഡിഗ്രി അല്ലേ. അതുകൊണ്ട് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു 60 ഡിഗ്രി ആണല്ലോ. ഇനി ഞാൻ ആംഗിൾ B മാത്രം വെച്ചുകൊണ്ട് ആംഗിൾ AOC 120 ആണെന്ന് എഴുതി. അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് വലിയ ട്രയാങ്കിളിന് പേര് കൊടുക്കാം. വലിയ ട്രയാങ്കിളിന്റെ പേരാണ് ട്രയാങ്കിൾ PQR. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. AOCR കണ്ടല്ലോ. ഇത് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് 120. പുറത്തെ പോയിന്റ് ആണല്ലോ ഈ R. A എന്ന പോയിന്റിൽ കൂടെയുള്ള ടാൻജന്റ് ആണ് ഈ റെഡ് കളറിലെ ലൈൻ. C എന്ന പോയിന്റിൽ കൂടെയുള്ള ടാൻജന്റ് ആണ് ഈ റെഡ് കളർ ലൈൻ. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ R. അപ്പൊ ആ R എത്ര വരും? ആംഗിൾ എത്ര വരും? ഇത് രണ്ടും കൂടെ, ഈ 120യും ഈ 6ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച പ്രോപ്പർട്ടിയാണ് അല്ലേ. അപ്പോൾ 120 ഡിഗ്രിയും ആംഗിൾ 6ഉം കൂടെ കൂട്ടുമ്പം 180 ഡിഗ്രി ആവണം. അപ്പോൾ ആംഗിൾ 6 എത്രയായി? 180 മൈനസ് 120, അതായത് 60 ഡിഗ്രി അല്ലേ. ഇനി അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് 60 ഡിഗ്രി കിട്ടുമല്ലോ. കാരണം എന്താ? ഇവിടെ 60 ഡിഗ്രി എങ്ങനെയാണ് കിട്ടുന്നത്? ഇങ്ങനെ ഒരു ആംഗിൾ ഫോം ചെയ്യുമ്പം ഇവിടെയും 120 ഡിഗ്രിയാണ്. കാരണം ആംഗിൾ A 60 ഡിഗ്രിയാണ്. അത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, ആംഗിൾ A ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതും 120, അതുകൊണ്ട് ഇതും 60 ഡിഗ്രി. അതേപോലെ ഇതും 60 ഡിഗ്രി ആയിക്കോളുമല്ലോ. അപ്പോൾ നമുക്ക് സിമിലർലി എന്നിട്ട് എഴുതിയാൽ മതി. സിമിലർലി ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ ആംഗിൾ Pയും ആംഗിൾ Qവും ആംഗിൾ Rഉം 60 ആയപ്പോൾ നമുക്ക് എന്തെഴുതാം? therefore triangle PQR is an equilateral triangle.
അപ്പൊ PQR എന്ന ഈ വലിയ ചുമന്ന ത്രികോണവും സമഭുജ ത്രികോണമായാലും ഒന്നാമത്തെ പാർട്ടിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ തീർത്തു. ഇനി രണ്ടാമത്തെ ഭാഗം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ ഇരട്ടിയായിരിക്കും. അതായത് ചെറിയ നീല കളറിലെ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെയും ഇരട്ടി നീളമായിരിക്കണം വലിയ ട്രയാങ്കിളിന്റെ നീളം. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാരണം ചെറിയ ട്രയാങ്കിൾ ഈക്വലാറ്ററൽ ആണ്. ഇനി ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുത്ത് ACR. ആ ACR എന്ന ട്രയാങ്കിളിന്റെ ഒരു വശമല്ല ഈ നീല ത്രികോണത്തിന്റെ വശം. അപ്പൊ ആ നീലവശത്തിന്റെ അതേ നീളമാണല്ലോ ഈ ARഉം CRഉം അല്ലെ? അതേപോലെ ഈ നീല ത്രികോണത്തിന്റെ ഈ ഒരു വശവും PBയും PAയും തുല്യമല്ലേ അല്ലെ? അപ്പോ നമുക്ക് എന്തെഴുതാം? ഇതായത് ഈ നീല ത്രികോണത്തിന്റെ വശം തന്നെയായിരിക്കും ഈ വശവും തുല്യമാണ്. അതേപോലെ ഈ വശവും തുല്യമാണ്. അപ്പൊ 2 പ്രാവശ്യം നീല ത്രികോണത്തിന്റെ വശം വന്നപ്പോഴല്ലേ PR നമുക്ക് കിട്ടിയത് ആണല്ലോ. അപ്പൊ നമുക്ക് എന്തെഴുതാം? നീല ത്രികോണത്തിന്റെ വശത്തിന്റെ ഇരട്ടി നീളമാണ് ചുവന്ന ത്രികോണത്തിനുള്ളതെന്ന് എഴുതാവല്ലോ. അപ്പൊ ഇൻ ട്രയാങ്കിൾ ACR, ACRല് AC ഈക്വൽ ടു AR കിട്ടിയല്ലോ. ഇനി ഇൻ ട്രയാങ്കിൾ APB, ത്രികോണം ACRൽ AC ഈക്വൽ ടു AR എന്ന് എഴുതുക. ത്രികോണം APBയിൽ AB ഈക്വൽ ടു AP. പിന്നെ എന്തെഴുതാം? ABയും ACയും തുല്യമാണല്ലോ. ബട്ട് AB ഈക്വൽ ടു AC അല്ലെ? ABയും AC അതായത് ഇടതുവശങ്ങൾ തുല്യമാകുമ്പോൾ വലതുവശവും തുല്യമാവുമല്ലോ. ദെയർഫോർ AR ഈക്വൽ ടു AP എന്നെഴുതാവല്ലോ. ARഉം APയും തുല്യമാണ്. അല്ലെങ്കിൽ ഈ മുഴുവനായിട്ടുള്ള നീളം PR എന്ന് പറയുന്നത് PR ഈക്വൽ ടു 2 ടൈംസ് AC അല്ലെ? ഈ ചെറിയ നീല ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ ഇരട്ടിയാണ് 2 ടൈംസ് ഇരട്ടിയാണ് വലിയ ചുമന്ന ത്രികോണത്തിന്റെ വശം. അപ്പൊ ആ സെന്റൻസ് എഴുതണം. അപ്പൊ ഒന്നാമത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് എന്തെഴുതും? ചെറിയ ത്രികോണത്തിന്റെ വശങ്ങളുടെ 2 മടങ്ങാണ് വലിയ ത്രികോണത്തിന്റെ വശം എന്നെഴുതുക. ഇംഗ്ലീഷ് മീഡിയംകാര് സൈഡ് ലെങ്ത് ഓഫ് ദി ബിഗർ ട്രയാങ്കിൾ ഈസ് ഡബിൾ ദ ലെങ്ത് ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ എന്നെഴുതിയാൽ മതി. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് വരയ്ക്കാനുള്ളത് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത് മാത്രമേ തന്നിട്ടുള്ളൂ. അത് റേഡിയസ് അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിവിടെ ചെറിയ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സെന്റിമീറ്റർ ആദ്യം നമുക്ക് വരയ്ക്കാം. നമുക്കറിയാം ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്കറിയാം. കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് മറ്റ് 2 സൈഡുകളും കൂടെ വരയ്ക്കണം. 3 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് ആർക്ക് വരയ്ക്കണം. ഒരാർക്ക് വരച്ചു. മറ്റേ എൻഡ് പോയിന്റിൽ വെച്ചിട്ട് അടുത്ത ആർക്ക് വരയ്ക്കണം. അപ്പം ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ചെറിയ ട്രയാങ്കിൾ കിട്ടും. ഇനി നമുക്ക് ഇതിന്റെ സർക്കിൾ വേണം അല്ലെ? എന്നിട്ട് ആ സർക്കിളില് ഈ 3 വേർട്ടിസസിലും ടാൻജൻസ് വരയ്ക്കുമ്പോഴാണല്ലോ മറ്റേ ട്രയാങ്കിൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ സെന്റർ അറിയത്തില്ല, സർക്കിളിന്റെ സെന്റർ അറിയത്തില്ല. അപ്പോൾ എവിടെ കോമ്പസിന്റെ മെറ്റൽ ടിപ്പ് വെക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആദ്യം നമുക്ക് സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും 2 സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ നമുക്ക് സെന്റർ കിട്ടും. ഇപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കണമെങ്കിൽ പകുതി കൂടുതൽ മെഷർ എടുക്കുക. ഏതെങ്കിലും 2 സൈഡിന്റെ മതി. പകുതി കൂടുതൽ മെഷർ എടുത്ത് മുകളിലും താഴെ ആർക്ക് വരയ്ക്കുക, ജോയിൻ ചെയ്യുക. ഇത് മീറ്റ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ആണ് സെന്റർ. അപ്പൊ അത് സെന്ററും ആക്കിക്കൊണ്ട് ഏതേലും ഒരു വേർട്ടെക്സിലേക്കുള്ള ദൂരം കോമ്പസിൽ എടുക്കുക. എന്നിട്ട് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ മറ്റ് വേർട്ടിസസിലേക്കൂടെ പൊക്കോളും. കണ്ടോ, നമുക്ക് സർക്കിൾ കിട്ടി.
ഇനി സർക്കിള് ആ 3 വേർട്ടിസസിലേക്കും റേഡിയസ് വരയ്ക്കണം. കാരണം റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ടാൻജന്റ് നമ്മൾ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് റേഡിയസ് വരയ്ക്കാൻ പറഞ്ഞത്. ഇവിടെ 3 റേഡിയസും വരച്ചു. ഇനി നമുക്ക് സെറ്റ് സ്ക്വയറും യൂസ് ചെയ്ത് ഈ 3 വേർട്ടിസസിലും ടാൻജൻസ് വരയ്ക്കണം. ഒന്നാമത്തെ ടാൻജന്റ് വരച്ചു. രണ്ടാമത്തെ ടാൻജന്റും വരച്ചു. മൂന്നാമത്തെ ടാൻജന്റും വരച്ചു. അപ്പോൾ നമുക്ക് വലിയ ട്രയാങ്കിളും കിട്ടി. മനസ്സിലായല്ലോ? വരച്ച് പഠിക്കുക. അടുത്ത ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം.